ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 13 റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഹോം ബറിയൽ ആൻഡ് ആഫ്റ്റർ ആപ്പിൾ പെക്കിംഗ് എന്നിങ്ങനെയുള്ള 2 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിസ്കഷനാണ്. 1874 റോബർട്ട് ഫ്രോസ്റ്റ് ജനിക്കുന്നത്. അമേരിക്കയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പോയറ്റായിരുന്നു റോബർട്ട് ഫ്രോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പോയത്തിലുള്ള മേജർ തീംസ് എന്ന് പറഞ്ഞാൽ വില്ലേജ് ലൈഫ്, ഗ്രാമീണ ആളുകളുടെ ജീവിതം, അതുപോലെ തന്നെ പ്രകൃതി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ മേജർ തീംസ് ആക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോയംസൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പോയംസ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും, പക്ഷേ എന്നാൽ വളരെയധികം ഡെപ്തുള്ള മീനിങ് ആയിരിക്കും ആ ഒരു പോയത്തിനുണ്ടാവുക. മാത്രമല്ല ദുഃഖം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, നമ്മുടെ മനസ്സിനെ കുറിച്ചിട്ട്, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോയത്തിലൊക്കെ അദ്ദേഹം വരച്ച് കാട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 4 പ്രാവശ്യം പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വേർഡാണ് എ പോയം ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് വിത്ത് വിസ്ഡം. ഓക്കെ, ഒരു പോയം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ഹാപ്പിനെസ്സോട് കൂടിയാണ്. അതായത് ഒരു പോയം തുടങ്ങുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. പക്ഷേ ഇറ്റ്സ് എൻഡ് ഇൻ വിസ്ഡം, അത് വളരെയധികം ജ്ഞാനത്തോടു കൂടിയാണ് അത് എൻഡ് ചെയ്യുന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്. സോ നമുക്ക് ഹോം ബറിയൽ എന്നുള്ള ഈ ഒരു പോയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 1914 ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. സോ ഈ ഒരു പോയത്തിൻ്റെ മേജർ തീം എന്ന് പറയുന്നത് 2 ദമ്പതികൾ, അതായത് 2 കപ്പിള് തൻ്റെ കുട്ടി മരിച്ചുപോയി. സോ ആ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരുപാട് വേദനകൾ, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ആശയവിനിമയം, അതിലുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൻ്റെ മേജർ തീംസ് എന്ന് പറയുന്നത്. സോ ഈ 2 ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു ഇമോഷണൽ പെയിൻ എന്ന് പറയുന്നത് അത് ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു കാര്യത്തിൽ നിന്ന് ആണ് ഈ ഒരു പോയം ഉടലെടുക്കുന്നത്. സോ ഈ ഒരു പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ ഒരു വേദനയിൽ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടെങ്കിലും കൂടെ, അദ്ദേഹത്തിന് അതിന് വേദന ഉണ്ടെങ്കിലും കൂടെ, പക്ഷേ അദ്ദേഹം അത് പുറത്ത് കാണിക്കുന്നില്ല. ഭാര്യ എന്ന് പറയുന്നത് അവിടെ നിന്നിട്ട് ഇമോഷണലി അവൾക്കുള്ള വേദനകളൊക്കെ അവൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് ഒരു കരച്ചിലിൻ്റെ രൂപത്തിലാണെങ്കിലും ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്ന രൂപത്തിലാണെങ്കിലൊക്കെ ഭാര്യ അവളുടെ വിഷമം അവൾ കാണിക്കുന്നുണ്ട്. എന്നാൽ ഹസ്ബൻഡിന് വിഷമമുണ്ട്, എന്നാലും പൊതുവെ ഹസ്ബൻഡ് പുറത്ത് കാണിക്കുന്നില്ല. അവന് വളരെ നോർമലായിട്ടാണ് നടക്കുന്നത്. സോ ആ ഒരു സമയത്ത് ഭാര്യ ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് ഇത്രയും നോർമലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്ന്. സോ ഈ ഒരു പോയത്തിൽ ഭാര്യ വിചാരിക്കുകയാണ് തൻ്റെ കുഞ്ഞ് മരിച്ചു പോയതിൽ ഹസ്ബൻഡിന് വേദനയൊന്നും ഇല്ല എന്ന് ഭാര്യ സ്വയം തന്നെ കരുതുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൂടുതലായിട്ടും ഈ ഒരു വുമൺ എന്ന് പറയുന്നത് അവർക്ക് ഇമോഷൻസ് അവർ പെട്ടെന്ന് തന്നെ എക്സ്പ്രസ് ചെയ്യും. എന്നാൽ ഈ ഒരു മെന്നിൻ്റെ കേസിൽ വരുന്ന സമയത്ത് അവർ കൂടുതലും ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഭൂരിഭാഗവും എക്സ്പ്രസ് ചെയ്യില്ല, അവരുള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കും. സോ അതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, ഈ ഒരു തരത്തിലുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ആ ഒരു ലേഡി വിചാരിക്കുകയാണ് തൻ്റെ കുഞ്ഞ് മരിച്ചു പോയതിൽ ഹസ്ബൻഡിന് യാതൊരു തരത്തിലുള്ള ഒരു സങ്കടവും ഇല്ല എന്നുള്ളത്. എന്നാൽ സത്യത്തിൽ ഹസ്ബൻഡ് വിഷമമുണ്ടെങ്കിലും കൂടെ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നോർമലായിട്ടുള്ള രീതിയിൽ നടക്കുകയാണ്. സോ ഈ ഒരു കാര്യത്തിൽ നിന്നിട്ട് അവർ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണ്, ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. സോ ഈ ഒരു പോയതിൻ്റെ എൻഡിൽ എന്ന് പറയുന്നത് ഹോം ബറിയൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി മകൻ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ, ഈ ഒരു പോയതിൻ്റെ എൻഡിൽ എന്ന് പറയുന്നത് ആ ഒരു വീടും ഒരു ശവപ്പറമ്പായിട്ട് മാറുകയാണ്. ഫോർ എക്സാമ്പിൾ, ആ ഒരു 2 ഭാര്യ ഭർത്താക്കന്മാരുടെ ആ ഒരു ബന്ധവും കൂടെ അവിടെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ ഹോം ബറിയൽ എന്ന് ഈ ഒരു ടൈറ്റിൽ വരാനുള്ള കാരണം.
സോ ഇവിടെ എന്താണ് ഇമോഷൻ്റെ എക്സ്പ്രഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം ചില ആളുകൾ ഉണ്ടാവും, ഇനിയിപ്പം എത്ര സ്നേഹം ഉണ്ടെങ്കിലും കൂടെ അവർ പുറത്തത് എക്സ്പ്രസ് ചെയ്യില്ല, പക്ഷേ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. പക്ഷേ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നാണ്. അതിനിപ്പോൾ വേദന ആയാലും സങ്കടമായാലും സന്തോഷമായാലും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം എന്നാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത് ഇവിടെ എന്താണ്, നമുക്കിതൊരു സങ്കടത്തിൻ്റെ ഒരു വേദനയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ആ ഒരു ഹസ്ബൻഡ് തനിക്കും വേദന ഉണ്ട് എന്നത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഭാര്യ ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കില്ലായിരുന്നു. സോ അതാണ് ഇവിടെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ, ബന്ധങ്ങളിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ മേ ബി അത് എന്താണ്, ആ ഒരു ബന്ധം എന്നുള്ളത് അത് ഇല്ലാതാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പോയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ദെൻ ലെറ്റ്സ് ഗോ ത്രൂ ദി നെക്സ്റ്റ് പോയം, ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ്. ഈ ഒരു പോയം എന്ന് പറയുന്നതും 1914 പബ്ലിഷ് ചെയ്യുന്നത്. സോ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ അദ്ദേഹം എന്താണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള ഒരു യാത്രയാണ്. യാത്ര എന്ന് പറയാം. അതിൻ്റെ ഇടയിൽ സന്തോഷങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, എഫേർട്ടുകളുണ്ടാവും, പല രീതിയിലുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് എന്നാണ് പോയതിൽ പറയുന്നത്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത്രയും ഓടിയ ഒരു മനുഷ്യന് തളർച്ച സംഭവിക്കും. അത് ചിലപ്പം ഒരു ഉറക്കമായിരിക്കാം, അതായത് ചിലപ്പം അത് മേ ബി മരണമായിരിക്കാം. എന്തായാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എൻഡിൽ മരണമാണല്ലേ ഉണ്ടാവുക. സോ അതിൻ്റെ മുമ്പ് മനുഷ്യൻ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയും സന്തോഷത്തിലൂടെയും സങ്കടത്തിലൂടെയും അച്ചീവ്മെൻറ്റ്സിലൂടെയും ലോസിലൂടെയും ഒക്കെ കടക്കുന്നുണ്ട്. സോ അതിൻ്റെ എൻഡിൽ ഒരു റെസ്റ്റ് ഉണ്ട് അല്ലേ, അത് ആ റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മരണമാണ്. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു പോയമാണ്. ഈ ഒരു പോയത്തിൽ ഓവറോൾ ആയിട്ട് പോയിട്ട് പറയുന്നത്, ആഫ്റ്റർ ആപ്പിൾ പെക്കിംഗ് എന്ന് പറയുമ്പം ആപ്പിൾ പറിച്ചതിന് ശേഷം, ആപ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ വളരെയധികം ക്ഷീണിതനാണ്, എനിക്ക് വല്ലാത്ത തളർച്ച അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ ശരീരത്തിന് മാത്രമല്ല എൻ്റെ മനസ്സിനും വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പോയിട്ട് പറയുന്നത്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഉറക്കം എന്ന് പറയുന്നത് ഒരു സാധാരണ ആയിട്ടുള്ള ഒരു ഉറക്കമല്ല, ഒരു ബിഗ് സ്ലീപ്പാണ്. അതായത് പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് മരണമാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. സോ ഇവിടെ ഈ ആപ്പിൾ പിക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഉണ്ടായ പ്രവൃത്തി, അതായത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, സ്ട്രഗിളുകൾ, ഡൗൺഫോളുകൾ എന്നിവയൊക്കെയാണ് ഈ ഒരു ആപ്പിൾ പെക്കിംഗ് എന്നുള്ള ഈ ഒരു പ്രവൃത്തിയിലൂടെ പോയിട്ട് നമുക്ക് മുമ്പിൽ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആപ്പിൾ പെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് റെസ്റ്റാണ് വേണ്ടത്. അദ്ദേഹത്തിന് ഒരു വിശ്രമവും അതുപോലെ തന്നെ ഒരു ആത്മശാന്തിയുമാണ് ഇനി വേണ്ടത് എന്നാണ് പോയിട്ട് പറയുന്നത്. പോയിട്ടിനൊരു തളർച്ച അനുഭവപ്പെടുന്നുണ്ട്. ലൈഫ് ലോങ് അദ്ദേഹം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്, ഒരു വിശ്രമമാണ് വേണ്ടത്. മേ ബി അദ്ദേഹത്തിൻ്റെ മനസ്സിനും ശരീരത്തിനൊക്കെ തളർച്ചയുണ്ട്. മേ ബി ആ വിശ്രമം എന്ന് പറയുന്നത് ഒരു മരണത്തിൻ്റെ രൂപത്തിലായിരിക്കും എന്നാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ്. അതുപോലെ തന്നെ ഇതിന് വളരെ വലിയ രീതിയിലുള്ള ഒരു ഡീപ്പ് മീനിങ് ഉണ്ട്. സോ ഈ ഒരു ചെറിയൊരു പോയത്തിലൂടെ ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മൊത്തത്തിലാണ് അദ്ദേഹം ഇവിടെ പറയാൻ, ഒരു ചെറിയൊരു സിമ്പിൾ ആപ്പിൾ പെക്കിംഗ് എന്നുള്ള ചെറിയൊരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഒരു വലിയ ഒരു മനുഷ്യൻ്റെ ഒരു ജേണി സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. സോ ഇത്രയാണ് ഈ ഒരു 2 പോയിംസിൻ്റെ തീംസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു.